ട്രഷറി ഗേറ്റിന്റെ സമീപത്തും. അപ്പോൾ രണ്ട് ഗേറ്റ് വഴി ഒരേ സമയത്ത് തന്നെ ഒരേ സമയം കടത്തിവിടുന്നുണ്ട്. ഒരേ സമയത്ത് തന്നെ രണ്ട് ഗേറ്റ് വഴി ആളുകളെ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഗേറ്റ് തുറന്നത് 9:30 മണിയായപ്പോഴാണ്. 9:15 വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം എത്തിച്ചു ദർബാർ ഹാളിൽ. പ്രമുഖരായ നേതാക്കളൊക്കെ ആദ്യം ആദരാഞ്ജലി അർപ്പിച്ചു. പോലീസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഗാർഡ് ഓഫ് ഓണർ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സാവധാനം ഒരു 9:30 കഴിഞ്ഞിട്ടാണ് ജനങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. അപ്പോൾ രണ്ട് ഗേറ്റിലും ഏതാണ്ട് ആളുകൾ കൂടിക്കഴിഞ്ഞിരുന്നു. ഏതാണ്ട് 300-400 മീറ്റർ അപ്പുറത്തേക്ക് ഈ ജനങ്ങളുടെ ക്യൂ നീണ്ടിരുന്നു. ആ സമയത്താണ് അകത്തേക്ക് കടത്തിവിട്ടുകൊണ്ടിരുന്നത്. ആ സമയത്ത് തന്നെ ഇപ്പോൾ ആദ്യം നോർത്ത് ഗേറ്റ് 2 തുറന്നു, പിന്നെ ട്രഷറി ഗേറ്റും തുറന്നു. ഈ രണ്ട് ഗേറ്റിലൂടെയും ഇപ്പോൾ സാവധാനം ആളുകൾ അകത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏകദേശം രണ്ട് സ്ഥലത്തുമായിട്ട് ഒരു 1.5 കിലോമീറ്റർ ദൂരത്തേക്ക് ക്യൂ ആയിട്ടുണ്ട്. അല്ലേ അരുൺ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. വലിയ ക്യൂ ഇതിനകം രൂപപ്പെട്ട് കഴിഞ്ഞു. നമുക്കറിയാം, പ്രതീക്ഷിച്ചതാണ്. ഇന്നലെ AK സെന്ററിന് മുന്നിലുള്ള ഒരു ജനക്കൂട്ടത്തിന്റെ വികാരം കാണുമ്പോൾ തന്നെ ഏകദേശം ഉറപ്പിച്ചതാണ് ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നു. വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം ഇവിടേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. അത് തന്നെ ഇപ്പോൾ സംഭവിക്കുന്നത്. രണ്ട് ഗേറ്റിലൂടെയും വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഇവിടേക്ക് എത്തുന്നുണ്ട്. 2 മണിവരെയാണ് ഇവിടെ പൊതുദർശനത്തിന് CPM തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെയൊക്കെ അത് ഏറെക്കുറെ പാലിക്കാനുമൊക്കെ കഴിഞ്ഞു. ഏതായാലും വരുന്ന ആളുകളോട് തന്നെ രാവിലെ കണ്ടായിരുന്നു. ഞാൻ ക്യൂവിലൊക്കെ ആയിരുന്നു. ഇവിടെ തന്നെയാണ് താമസം. രാവിലെ വന്നു. പിന്നെ VS-നെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ വന്നതാണ്. ഇതേമാതിരി ഒരു നേതാവിനെ കിട്ടാൻ ഈ കാലഘട്ടത്തിൽ വളരെ പ്രയാസമാണ്. ആ നേതാവിന്റെ പിന്നെ അഭിയോഗം തൊഴിലാളി വർഗത്തിനും കർഷക തൊഴിലാളികൾക്കും. അതെ രാവിലെ നേരത്തെ വന്നു. സന്തോഷം. പാലക്കാട് നിന്ന് വന്നാണ്. അതെ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കൂടുതലും തിരുവനന്തപുരം ജില്ലയിലെ ആളുകളായിരിക്കും. വടക്കൻ ജില്ലകളിൽ നിന്നുള്ളവർ ആലപ്പുഴയിലേക്ക് എത്തുവാനാണ് സാധ്യതയെന്ന്. പക്ഷേ അങ്ങനെയല്ല. വടക്കൻ ജില്ലകളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ നിന്നും ആളുകൾ VS-നെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. അത് കൂടുതലും വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്നവർ കൂടുതലും ആലപ്പുഴയിലേക്ക് തന്നെ ആയിരിക്കും. എങ്കിലും കുറേയേറെ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും ആ ക്യൂ കടന്നു വരികയാണ്. ഇപ്പോൾ കുറച്ച് കൂടുതൽ പേരെ അകത്തേക്ക് കടത്തിവിടുന്നുണ്ട്. കാരണം പ്രമുഖ നേതാക്കൾ ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്നു. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി സംവിധാനത്തിൽ കുറച്ച് ഇളവ് ദർബാർ ഹാളിനുള്ളിൽ സാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകളെ കൂടുതലും അകത്തേക്ക് ഇപ്പോൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. അത് നല്ല കാര്യമാണ്. കാരണം ആളുകൾക്ക് വേണ്ടിയാണ്. അത് മാത്രമല്ല, ഉദ്യോഗസ്ഥരും ഒരുപോലെയുണ്ട്. ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുണ്ട്. പിന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ ജീവനക്കാർ. ഇവർക്കൊക്കെ എത്തേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ കുറച്ച് വേഗത്തിലാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ രണ്ട് ഗേറ്റ് വഴി ഇവിടെ നോർത്ത് ഗേറ്റ്, അതുപോലെ തന്നെ ട്രഷറി ഗേറ്റ്, രണ്ട് സ്ഥലങ്ങളിലൂടെയും ആളുകൾ വരുന്നുണ്ട്. മഞ്ജുഷ, ഈ NH വഴിയാണ്, ദേശീയപാത വഴിയാണ് ഈ വിലാപയാത്ര കടന്നു പോകുന്നത്. തന്നെ MC റോഡിലെ ആളുകൾ ഇന്നലെ തന്നെ ഇവിടേക്ക് നിരവധി ആളുകൾ തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട്. അതാണ് ഇന്നലെ ഈ AK സെന്റർ മുന്നിലൊക്കെ തിരക്ക് വലിയൊരു തിരക്കിലേക്ക് മാറാനുള്ള വന്നവരൊക്കെ ഇവിടെ കണ്ടിരുന്നു. പന്തളം, അതുപോലെ തന്നെ അടൂർ, ആ ഭാഗത്ത്. കാരണം അവിടെയാണെങ്കിൽ അവർക്ക് പിന്നെ ദേശീയപാതയിലേക്ക് കവർ ചെയ്ത് പോകേണ്ടതുണ്ട്. അതിനേക്കാൾ അവർ രാവിലെ തന്നെ വാഹനങ്ങൾ പിടിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്നതും കാണുന്നുണ്ട്. ഇവിടെ ഇന്നലെ രാത്രിയും അത് തന്നെയാണ് നമ്മൾ പ്രധാനമായും ഈ ഭാഗങ്ങളിലൊക്കെ കണ്ടത്. ആ രീതിയിൽ വലിയ ആൾക്കൂട്ടം എല്ലാ ഭാഗത്തുനിന്നും എത്തുന്നുണ്ട്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തുന്നുമുണ്ട്. CPM-ന്റെ ഏതാണ്ട് എല്ലാ നേതാക്കളും, നേതൃതലത്തിലെ തലപ്പൊക്കമുള്ള ഏതാണ്ട് എല്ലാ നേതാക്കളും ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരുടെയൊക്കെ പ്രതികരണങ്ങളും നമുക്ക് തേടാമെന്ന് കരുതുന്നു. VS-ന്റെ ഒപ്പം പ്രവർത്തിച്ച നിരവധി ആളുകൾ, നേതാക്കൾ. സുരേഷ് കുമാർ ഉണ്ട് ഇവിടെ. സുരേഷ് കുമാർ രാവിലെ തന്നെ സെക്രട്ടേറിയറ്റ് ഉള്ളിലേക്ക് ഇവിടെ ദർബാർ ഹാളിൽ വന്ന് VS-ന് ആദരാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ VS-നോട് ഏറ്റവും അടുപ്പം പുലർത്തുന്നയാളാണ് സുരേഷ് കുമാർ. മൂന്നാറിൽ VS-ന്റെ ഉദ്യമത്തോട് ഒപ്പം നിന്ന VS-ന്റെ മൂന്നാർ ഒഴിപ്പിക്കലിന് ചുക്കാൻ പിടിച്ചയാളാണ് സുരേഷ് കുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാവിലെ തന്നെ എത്തി. അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. നേരത്തെ VS-ന്റെ വീട്ടിൽ വെച്ചും അദ്ദേഹത്തെ കണ്ടു. രാധാകൃഷ്ണൻ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം VS-ന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതാണ്. എങ്ങനെയാണ് VS-നെ അങ്ങ് ഓർക്കുന്നത്? അങ്ങയുടെ വിദ്യാർത്ഥി കാലഘട്ടം മുതൽ അടുത്തറിയാം. VS-നെ ദീർഘകാലമായിട്ട് എനിക്ക് നേരിട്ട് പരിചയമുള്ള വ്യക്തിയാണ്. VS-ന്റെ വേർപാട് അത്യധികം ദുഃഖവും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്.
അനിവാര്യമാണ്. മനുഷ്യനായി കഴിഞ്ഞാൽ മരണം എന്നുള്ളത് അനിവാര്യമാണ്. PS ദീർഘകാലമായിട്ട് അസുഖബാധിതമാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വേർപാട് നമുക്ക് വലിയ രീതിയിലുള്ള നഷ്ടബോധമാണ് ഉണ്ടാക്കുന്നത്. അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ പ്രതികൂലമായ സാഹചര്യത്തോട് വളർന്നു വന്നാണ് വലിയ നേതാവായി മാറിയത്. പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. പാർട്ടി രംഗത്ത് വലിയ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിക്കുകയുണ്ടായി. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, അതുപോലെ പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലെല്ലാം പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കൺവീനറായി പ്രവർത്തിച്ചു. അദ്ദേഹം 2001 കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി. വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായി അദ്ദേഹം വന്ന സമയത്ത് 2001 അന്നത്തെ പ്രതിപക്ഷ ചീഫ് വിപ്പായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് വന്ന സന്ദർഭമുണ്ടായി. 2006 അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് കേരളത്തിന്റെ സ്പീക്കറായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായി. 2011 അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സന്ദർഭത്തിൽ MLA ആയിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം തന്നെ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണയോടുകൂടി മുന്നോട്ട് പോകാനുള്ള സഹായകരമായിട്ടുള്ള നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വേർപാട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ദുഃഖവും പ്രയാസവും ഉണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ വേർപാടുള്ള ദുഃഖവും അനുശോചനവും ഞാൻ രേഖപ്പെടുത്തുകയാണ്. മഞ്ജുഷ, ഇത് തന്നെയാണ് ഓരോ നേതാക്കൾക്കും ഓരോ പ്രവർത്തകർക്കും പറയുന്നത്. ഒരിക്കലും പരിഹരിക്കാനാകുന്ന ഒരു നഷ്ടമല്ല VS. അത് തന്നെയാണ് എല്ലാവരും ആവർത്തിച്ച് പറയുന്നത്. അത് തന്നെയാണ് മഞ്ജുഷ. ഇതാണ് ഇപ്പോൾ ഓരോ നേതാക്കൾക്കും പറയാനുള്ളത്. ഇതേ വാചകങ്ങൾ തന്നെയാണ്. VS-നൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ഇവരെല്ലാം. VS-നൊപ്പം ഒന്നുകിൽ പാർട്ടിയിൽ അല്ലെങ്കിൽ സർക്കാരിൽ രണ്ടും ഒരേ സമയത്ത് പ്രവർത്തിച്ച ആളുകൾ. അങ്ങനെ പല രീതിയിൽ VS-നോട് ഇടപഴകിയിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ VS-ന്റെ ഉദ്യമങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ഉദ്യോഗസ്ഥ പ്രമുഖർ അവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പലരും റിട്ടയർ ചെയ്തവരാണ്. അവരും മാത്രമല്ല VS-ന്റെ സംഘത്തിൽ ഉണ്ടായിരുന്ന, VS-ന്റെ ടീമിൽ ഉണ്ടായിരുന്ന ടീം VS എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. SUT ആശുപത്രിയിൽ VS ചികിത്സയിൽ കഴിയുന്ന സമയം മുതൽ ഇന്നലെ ആശുപത്രിയിൽ, അതിനുശേഷം AKG സെന്ററിന്റെ വെളിയിൽ, അതിനുശേഷം VS-ന്റെ വീട്ടിൽ, ഇപ്പോൾ ദർബാർ ഹാളിൽ, ഇനി വിലാപയാത്രയിലും അനുഗമിക്കും. അങ്ങനെ ഒട്ടേറെ പേരുണ്ട്. അവർ VS-ന്റെ ടീം VS എന്നറിയപ്പെടുന്നവരാണ്. VS-ന്റെ ഉദ്യോഗസ്ഥ പ്രമുഖരാണ്. VS-ന്റെ ടീമിൽ ഉണ്ടായിരുന്നവരാണ്. അവരൊക്കെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ക്യൂ നിന്ന് തന്നെ VS-ന് അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ ക്യൂ കാണാം. ക്യൂവിന്റെ വലിപ്പം കാണാം. ഇന്നലെ AKG സെന്ററിൽ വന്നപ്പോൾ അവിടെ Zindabat!